അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പാട്ടിലൂടെ എന്ന നമ്മൾ പാട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആ ഒരു പരിപാടിയുടെ പുതിയ എപ്പിസോഡാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു പാട്ടായിരുന്നു റിജു സഭ തളിർ കുളിർക്കാറ്റ് എന്ന പാട്ടുമായി ബന്ധപ്പെട്ട ആ ഒരു വിവാദവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഒരു വീഡിയോയും കഴിഞ്ഞ വീഡിയോവുമായി ബന്ധപ്പെട്ട അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് ചെയ്യുന്നത്. ഈ ഒരു റിജു സഭയാണോ റീഹു സബാഹാണോ എന്നുള്ള തരത്തിലുള്ള ഒരുപാട് വീഡിയോസുകൾ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും എനിക്ക് വളരെ കൃത്യമായിട്ട് തോന്നിയത് കണ്ണൂർ മമ്മാലി ചെയ്ത ആ ഒരു വീഡിയോയിൽ അദ്ദേഹം ഈ ഒരു CH വെള്ളിക്കുളങ്ങരയുടെ ആ ഒരു കൈപ്പട തന്നെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിജു സഭയും റീഹു സഭയും എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഇടക്കായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പുതിയൊരു വാദം, ഈ പാട്ടുമായി ബന്ധപ്പെട്ട ഒരു പുതിയൊരു വാദം അല്ലെങ്കിൽ പുതിയൊരു വിവാദവുമായിട്ട് അബ്ദുള്ള തിരൂർക്കാട് എന്ന വ്യക്തി ഒരു വീഡിയോ ചെയ്തത് കാണാനിടയായി. അങ്ങനെ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യുന്നത്. റിജു സഭയാണെങ്കിലും റിഹു സഭയാണെങ്കിലും ഇപ്പോൾ ഹനാൻഷയും ജാസറും ചേർന്ന് പാടിയ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. റിജു ആണോ റിഹു ആണോ എന്ന് എല്ലായിടത്തും തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അത് വലിയ പ്രശ്നമല്ല. പക്ഷേ ഈ പാട്ട് ഇതിൻ്റെ അനുപല്ലവിയിലും ചരണത്തിലൊക്കെയുള്ള ആശയങ്ങൾ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. ജസ്റ്റ് ജമീനോട് ചോദിച്ചു നോക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തിൽ നിന്നാണ് ലോകത്തെ ബാക്കിയുള്ള എല്ലാം സൃഷ്ടിച്ചത് എന്ന ഒരു ആശയം കണ്ടു. അത് ശരിയാണോ? അത് എത്രത്തോളം ഇസ്ലാമിക സ്രോതസ്സുകൾ ഖുർആനോടും ഹദീസായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തിൽ നിന്നാണ് ലോകത്തെ ബാക്കിയുള്ള എല്ലാം സൃഷ്ടിച്ചത് എന്ന ആശയം ചില സൂഫി ഗ്രന്ഥങ്ങളിലും പണ്ഡിതന്മാർക്കിടയിലുമൊക്കെ കാണാറുണ്ട്. ഇതിനെ നൂർ മുഹമ്മദി അല്ലെങ്കിൽ മുഹമ്മദീയ യാഥാർത്ഥ്യം എന്നൊക്കെ അവർ പറയാറുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിലോ പ്രബലമായ ഹദീസുകളിലോ ഈ ആശയത്തിന് കൃത്യമായ തെളിവുകളില്ലെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. ഖുർആൻ പറയുന്നത് അള്ളാഹു ആണ് സകലതും സൃഷ്ടിച്ചത് എന്നാണ്. മാത്രമല്ല നബിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം മനുഷ്യനായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഈ ആശയം ഇസ്ലാമിന്റെ മൗലിക സിദ്ധാന്തങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്നില്ലെന്നാണ് പൊതുവായ കാഴ്ചപ്പാട്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഓക്കെ, അപ്പോൾ കേട്ടത് ജമീനയോട് മാത്രം ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആരും എൻ്റെ കൂടെ നിൽക്കണമെന്നില്ല. ഇതിപ്പോൾ എഴുതിയിട്ടുള്ള CH വെള്ളിക്കുളങ്ങര എന്തോ കണ്ടു, പഴയ ആളാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ആശയം അനുസരിച്ച് അങ്ങനെ ഒരു ലൈഫായ ഹദീസ്, ലൈഫല്ല മൗലുവാണ്, ഫാബ്രിക്കേറ്റഡ് ഹദീസ്, ആരും ഉണ്ടാക്കിയ ഹദീസ് അതിലുണ്ട്. പക്ഷെ അത് ഒരിക്കലും വിശ്വാസയോഗ്യമല്ല. അപ്പോൾ ഹദീസിൻ്റെ സനദുകൾ വെക്കണം, അല്ലെങ്കിൽ ഖുർആനിൽ വേണം. ഇതൊന്നുമില്ലാത്ത ആശയങ്ങൾക്ക് പൊതുവേ നമ്മൾ പറയുന്നതാണ് അതൊരു അന്ധവിശ്വാസമാണെന്നാണ്. അദ്ദേഹം ആ ഒരു പാട്ടിൻ്റെ അനുപല്ലവിയുടെ വിഷയം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് റിജു സഭയായാലും റീഹു സഭ ആയാലും എന്തോ ആയിക്കോട്ടെ, അത് എൻ്റെ ഒരു വിഷയമേ അല്ല. പക്ഷേ ഈ പാട്ടിൻ്റെ അനുപല്ലവി അഥവാ രണ്ടാമത്തെ പാരഗ്രാഫിലെ വരി മുതൽ അങ്ങോട്ട് മുഴുവനായിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. കവി എഴുതിയത് വളരെ തെറ്റാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ഒരു ചർച്ചയാണത്. അദ്ദേഹം ജമിനിയോട് ചോദിച്ചിട്ടാണ് ഈ ഒരു ആശയം അദ്ദേഹം പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഞാൻ അദ്ദേഹം പറഞ്ഞ ആ ഒരു വരി ഒന്ന് ആലപിച്ചതിന് ശേഷം അതിൻ്റെ അർത്ഥത്തിലേക്കും അതിൻ്റെ ആശയങ്ങളിലൊക്കെ വരാം. ആദ്യമായി റബ്ബ് മണിമുത്ത് ആരംഭ നബിയുടെ ഒളി തീർത്ത് ഹൈയൊളിവിൽ നിന്ന് ലേശമെടുത്ത് തുയ്യവൻ പടച്ചിരു ലോകത്തെ യാ കരീം യാ റഹീം. അങ്ങനെ പോവുകയാണ് ആ പാട്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ ഒരു വരിയിൽ ഉള്ള ആശയം നമുക്ക് ആദ്യമായിട്ടൊന്ന് പറയാം. കവി പറയുന്നത് ആദ്യമായ റബ്ബ് മണിമുത്ത് ആരംഭ നബിയുടെ ഒളി തീർത്ത് ഹയ്യൊളിവിൽ നിന്ന് ലേശമെടുത്ത് തുയ്യവൻ പഠിച്ചിരു ലോകത്തെ. അങ്ങനെ പറഞ്ഞാൽ ആദ്യമായിട്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്, അഥവാ നമ്മൾ നൂറുൻ അല നൂർ എന്നൊക്കെ പറയാറുണ്ട്, ആ ഒരു നൂറിൽ നിന്നാണ്, ആ ഒരു പ്രകാശത്തിൽ നിന്നാണ് ഈ ലോകം മുഴുവനായിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചത് എന്നാണ് കവി ഇതിൻ്റെ അനുപല്ലവിയിൽ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ മങ്കൂസ് മൗലിദിലൊക്കെ കേൾക്കാറുള്ളൊരു ആശയമാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ് ആദ്യമായിട്ട് ഈ സൃഷ്ടി ജാലകങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചത് എന്നുള്ളൊരാശയം. ശരിക്കും അതാണ് ശരി.
ഇദ്ദേഹം പറയുന്നത് അത് തെറ്റാണ്. ഇദ്ദേഹം ജമിനിയോടാണ് ചോദിക്കുന്നത്. ജമിനിയോട് ചോദിച്ച സമയത്ത് ജമിനി പറയുകയാണ്, ഇത്തരത്തിലൊരു സൂഫിയാക്കളിടയിൽ ഉണ്ടെങ്കിൽ കൂടെ അതിന് പണ്ഡിതോചിതമായിട്ടുള്ളൊരു ആധികാരികതയും ഇല്ല എന്നാണ് അദ്ദേഹം ജമിനിയോട് ചോദിച്ചിട്ട് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇസ്ലാമിൻ്റെ ആശയങ്ങളോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകളോ അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വലിയ ആശയങ്ങളൊക്കെ പറയുന്ന സമയത്ത് കേവലം ജമിനിയോട് ചോദിച്ചിട്ടല്ല നമ്മൾ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു സംശയാസ്പദമായിട്ട് ഇട്ടുകൊടുക്കേണ്ടത്. ശരിക്കും എന്താണ് ഈ ഒരു വിഷയത്തിൻ്റെ ആധികാരികത? ഇത്തരത്തിൽ ഇസ്ലാമിക വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ പണ്ഡിതന്മാർ കിതാബ് പരതിയിട്ട് കിതാബിലുള്ള എന്താണ് ആശയം, കിതാബിൽ എന്താണ് കണ്ടത്, അല്ലെങ്കിൽ ഹദീസിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ ഖുർആനിൽ എന്താണുള്ളത് എന്ന് നോക്കിയാണ് നമ്മൾ ഇസ്ലാമിലുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മനസ്സിലാക്കാറുള്ളത്. ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറല്ല ആദ്യമായിട്ട് ഉണ്ടായത് എന്ന് ഇദ്ദേഹം പ്രസ്താവിച്ച സമയത്ത് കറക്റ്റായിട്ട് എൻ്റെ നാടിൻ്റെ അടുത്തുള്ള കോളിക്കൽ എന്ന പ്രദേശത്തുള്ള സ്വാബിർ സക്കാഫി അദ്ദേഹം ഈ പാട്ടുമായിട്ട് റിഹുസഭ എന്നുള്ള ആ ഒരു വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ചില വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി എന്നെ വിളിക്കുകയും ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം സംസാരിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ആശയത്തിൻ്റെ ബലത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം. എന്തായാലും അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ച സമയത്ത് അദ്ദേഹം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഹദീസിൻ്റെ ഇബാറത്ത് കറക്റ്റ് എനിക്ക് അയച്ചു തരികയും അദ്ദേഹം ഒരു വാട്സപ്പ് വോയിസ് ആയിട്ട് എനിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനത് വായിച്ചതിൻ്റെ അർത്ഥം വെക്കുന്നതിലൊരു പരിധിയുണ്ട്. പണ്ഡിതന്മാർ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അവസാന വാക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഇബാറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസിൽ എന്താണ് വന്നത് എന്ന് അടിസ്ഥാനമാക്കി മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള ഇസ്ലാമിക കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾക്കൊന്ന് കേൾക്കാം. അല്ലാഹു തആല ആദ്യമായി പടച്ചത് അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണെന്ന് ഒട്ടനേകം ഇമാമുകൾ വ്യക്തമാക്കിയതാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ പ്രസിദ്ധ വ്യാഖ്യാനമായ ഇർഷാദു സാരി രചിച്ച ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അൽ മവാഹിബുൽ ലദുന്നിയയിൽ ഇക്കാര്യം ശക്തമായി പറയുന്നുണ്ട്. കൂടാതെ ഹിജ്റ 126 ജനിച്ച് 211 വഫാത്തായ ആദ്യ ഉത്തമ നൂറ്റാണ്ടുകളിൽ ജീവിച്ച അബൂബക്കർ അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുസന്നഫിൽ പറയുന്നത് കാണാം. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനവർകളെ തൊട്ട് റിപ്പോർട്ട് ഖാല അവർ പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, ഓ നബിയെ, ബി അബി അൻത വ ഉമ്മി അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹു അല്ലാഹു തആല ഖബ്ലൽ അഷിയാഇ, മറ്റെല്ലാ വസ്തുക്കൾക്കും മുമ്പ് അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് എന്തിനെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തരൂ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ജാബിറു, ജാബിറെ, ഫഇന്നല്ലാഹു തആല ഖലഖ ഖബ്ലൽ അഷിയാഇ നൂറ നബിയിക മിൻ നൂരിഹി, എല്ലാ വസ്തുക്കൾക്കും മുമ്പ് അല്ലാഹു തആല സൃഷ്ടിച്ചത് നിന്റെ നബിയുടെ നൂറാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അദ്ദേഹം അതിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ച സമയത്ത് മുത്തുനബി തങ്ങൾ പറഞ്ഞ ആ ഒരു മറുപടി, ആ ഒരു കിതാബിൽ വന്നിട്ടുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു ഹദീസിൻ്റെ ബലത്തിലാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യമെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. CH വള്ളിക്കുളങ്ങരയെ പോലെ അല്ലെങ്കിൽ പീർ മുഹമ്മദ് കായൊക്കെ പോലെ ഉള്ള ആളുകൾ യോജിച്ചുകൊണ്ട് ഇറക്കുന്ന ഒരു പാട്ട്, അതും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയൊരു പാട്ട്, ഇന്ന് വന്നിട്ട് അതൊക്കെ തെറ്റായിരുന്നു, അത് വളരെ മോശമായിരുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ശരിയായ ഏർപ്പാടല്ല. എന്തായാലും അവർ നല്ല അറിവുള്ള ആൾ ആയതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ആശയങ്ങൾ എഴുതാൻ ഉള്ള കാരണം. വെറുതെ അങ്ങ് എഴുതുന്നത് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും കിതാബിൻ്റെ വ്യക്തമായിട്ടുള്ള ആ ഒരു പിൻബലം ഈ ഒരു ആശയത്തിന്, ആ ഒരു CH വള്ളിക്കുളങ്ങര എഴുതിയ ആ ഒരു പാട്ടിൻ്റെ ആശയത്തിനുണ്ട് എന്ന് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ബാക്കിയുള്ള വരികളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മയിലിൻ്റെ രൂപത്തിൽ ആ ഒരു ഒളിവിനെ അർശിൽ പോയിട്ട് അല്ലാഹു തആല സൂക്ഷിച്ചു വെച്ചു എന്നൊക്കെ ആ ഒരു കവിയുടെ ഭാവനയിൽ അവർ പറയുന്ന ഒരു ആശയമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള കിതാബിൻ്റെ അടിസ്ഥാനത്തിലുള്ള
ഒരു ആശയം തന്നെയാണ് ഈ കവി എഴുതിയിട്ടുള്ളത്. എന്തായാലും സത്യം മനസ്സിലാക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. ഇനി കൂടുതൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഞാൻ അലവി സക്കാഫി കൊളത്തൂർ ഉസ്താദ് അവർകൾ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ കൂടെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വേണ്ട ആളുകൾ അത് കേൾക്കുകയാണെങ്കിൽ ഒന്നുകൂടെ അതിൻ്റെ കറക്റ്റ് ഏത് വർഷത്തിലാണ് ആ ഒരു ഹദീസ് ഉണ്ടായത് അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ചരിത്രം കൂടെ ഉസ്താദ് അവർകൾ അതിൽ പറയുന്നുണ്ട്. വേണ്ട ആളുകൾക്ക് അതും കൂടി കേട്ടാൽ ഒന്നും കൂടി കൃത്യത വരുത്താൻ കഴിയും. എന്തായാലും നമ്മളൊരിക്കലും ഇസ്ലാമിക വിഷയങ്ങൾ ജമിനിയോട് ചോദിച്ചിട്ട് ഇത്തരത്തിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കും പോലെയല്ല, ഇത്തരത്തിൽ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജമിനിയോടൊക്കെ ചോദിച്ചിട്ട് പറയുന്നത് ശ്രദ്ധിക്കണം. പണ്ഡിതോചിതമായിട്ട് കിതാബ് വെച്ചുകൊണ്ട് പറയാൻ അർഹതയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, അവരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള വേണ്ടാത്ത ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മളൊക്കെ സൂക്ഷിക്കണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട്, അതുപോലെ ഈ ഒരു വീഡിയോ ചെയ്ത ആളെ മോശമാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇകഴ്ത്താനോ എന്നല്ല ഞാൻ വീഡിയോ ചെയ്തത്. സത്യം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിനും ഇതിൻ്റെ സത്യം മനസ്സിലാക്കാൻ കഴിയട്ടെ എന്നുകൂടെ ആശിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് മറ്റൊരു സമയത്ത് വരാം. അസ്സലാമു അലൈക്കും.